ചില മോർണിംഗ്സ് അങ്ങനെയായിരിക്കും അല്ലേ? വി വിൽ ബി സാഡ് ആൻഡ് ലേസി ഫോർ നോ റീസൺ. ടുഡേ വാസ് സച്ച് എ ഡേ. യൂഷ്വലി അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ ബെഡിൽ തന്നെ കിടക്കാറാണ് പതിവ്. പക്ഷേ ടുഡേ എനിക്ക് കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുകൊണ്ട് ഐ തോട്ട് ഓഫ് ഗെറ്റിംഗ് അപ്പ് ഓർ എൽസ് ഐ വിൽ ബി സ്പെൻഡിങ് ദ ഹോൾ ഡേ ഇൻ മൈ ബെഡ്. നമുക്കെല്ലാവർക്കും കാണുമല്ലേ ഒരു കാര്യം, നമ്മൾ വളരെ ഈസി ആയിട്ട് എഫേർട്ട്ലെസ്ലി എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യം. ഫോർ മീ ദാറ്റ്സ് ഡ്രോയിങ്. ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയൊരു ആർട്ടിസ്റ്റാണെന്ന്. അല്ല, ആക്ച്വലി കൊറോണ കാലത്താണ് എനിക്ക് വരക്കാനുള്ളൊരു കഴിവ് ചെറുതായിട്ടെങ്കിലും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അതുവരെ ഞാൻ വരക്കുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. വരക്കുമ്പോൾ എൻ്റെ മൈൻഡ് ഡീക്ലട്ടർ ആവുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ എന്തെങ്കിലും വരക്കാൻ തീരുമാനിച്ചു. വരക്കാൻ എനിക്കിഷ്ടമാണെങ്കിലും മടിയായതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വരക്കാൻ പറ്റുന്ന ഡ്രോയിങ്ങാണ് ഞാൻ എടുത്തത്. ഈ ഡ്രോയിങ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു കാരണം ഇതിൻ്റെ അവസാനം കിട്ടുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. ആൻഡ് ദ ഫൈനൽ ഔട്ട്പുട്ട് വാസ് പ്രിറ്റി സാറ്റിസ്ഫൈങ്. ഈ വീഡിയോ നിങ്ങൾക്കൊരു ജെൻറൽ റിമൈൻഡറാണ് ടു ഡു തിങ്സ് ദാറ്റ് മേക്ക് യുവർ സെൽഫ് ഹാപ്പി ആൻഡ് ബെറ്റർ. ബൈ ബൈ.